ഗൈസ് ഇന്ന് നമുക്ക് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കിയാൽ. അപ്പം ഇതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 എഡിറ്റിംഗ് ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഒരു ആപ്സ് പറഞ്ഞു 3 ആപ്സ് പറഞ്ഞു മൊബൈൽ തന്നെ എടുക്കുന്നുണ്ട്. ഒരെണ്ണം വരുന്ന യൂട്യൂബ് ക്രിയേറ്റ് കുഴപ്പമില്ലാത്ത പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് അടിപൊളിയായിരിക്കും. പിന്നെ വരുന്നത് അഡോബ് പ്രീമിയർ വിഷൻ നമുക്ക് അതും കുഴപ്പമില്ല. അഡോബിൻ്റെ അടിപൊളിയായിരിക്കും. പിന്നെ വരുന്നത് യൂകട്ട് എന്ന് പറഞ്ഞ ഒന്നാണ്. ഇതൊക്കെ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറേ ഫീച്ചേഴ്സ് സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നാലാമത്തെ വരുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ, പക്ഷേ നമ്മളിന്ന് നാലാമത്തെ ഞാൻ പറയാൻ പോകുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ചായിരിക്കും നമ്മളിന്ന് എഡിറ്റിംഗ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോ പറ്റുന്നത്. നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് തുടങ്ങിയാലോ. ഇതാണ് ഫിലിമോറ. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് APK അല്ലെങ്കിൽ മോഡ് APK ഡൗൺലോഡ് ചെയ്യാം. ആഗ്രഹമുള്ളവർക്ക് APK ഡൗൺലോഡ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് എത്ര 2000 rupees എന്തോ ആണ് കൊടുക്കാൻ. പ്രീമിയം 1 year പ്രീമിയം കൊടുക്കണം, എന്നാലേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് കുറേ ആളൊന്ന് മാനുവലായിട്ട്, അതായത് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയൊരു എഡിറ്റിംഗ് ഇതാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ന്യൂ പ്രോജക്ട്സ് കൊടുക്കുക. ഞാനിപ്പം ഈ എൻ്റെ ഒരു ആനിമേ ഇതാണ്. ആനിമേ ഉണ്ട്, ജുജുത്സു കൈസൻ ആനിമയിലുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ് ആണ് ഞാനിപ്പോൾ എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഫുൾ ആയിട്ടുള്ള സൗണ്ടൊക്കെ ഇട്ടിട്ട് ഓൺലി നിങ്ങൾക്ക് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാം. ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ട്രിം വരുന്നുണ്ട്, ഓഡിയോ വരുന്നുണ്ട്, ടെക്സ്റ്റ് വരുന്നുണ്ട്, സ്റ്റിക്കർ, PIP അതായത് പിക്ചർ ഇൻ പിക്ചർ എഫക്റ്റ് വരുന്നുണ്ട്, ഫിൽറ്റർ, അഡ്ജസ്റ്റ്, സ്കെയിൽ, ബാക്ക്ഗ്രൗണ്ട്, വാട്ടർമാർക്ക്, കസ്റ്റം വാട്ടർമാർക്കൊക്കെ പറ്റും. യൂട്യൂബിൽ പൈസ കൊടുത്ത് ചെയ്യേണ്ടതെന്നുള്ളവർക്ക് ഇതുവരെ ചെയ്യാം. പിന്നെ ഇൻസ്പിറേഷൻ എന്തോന്ന് എനിക്കറിയത്തില്ല, എന്നാലും നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പ്രോഗ്രസ്, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം നമുക്കിത് മൊത്തത്തിൽ കേൾക്കുമ്പോൾ മൊത്തത്തിൽ ഒന്ന് ആദ്യം കണ്ട് ഇതാക്കിയാലേ നമുക്കിതിന് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റ് നമുക്കിതിനെ സങ്കല്പിക്കാൻ പറ്റും.天上天下唯我独尊、順天と反転、それぞれの無限を衝突させることで生成される仮想の質量を押し出す挙式紫。അപ്പോൾ ഗൈസ്, ഇത്ര നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ സൗണ്ട് വേണ്ട, അതായത് ഈ വീഡിയോയുടെ ഫുള്ളായിട്ട് വീഡിയോ സൗണ്ട് എടുക്കാതിരിക്കാൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കാണുന്ന ഈ സൗണ്ടിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് ഇത് ഇങ്ങനെ സൗണ്ടിൻ്റെ വോളിയൂമിൻ്റെ ബട്ടൺ കാണിച്ചിട്ട് ക്രോക്സ് കാണിക്കുകയാണെങ്കിൽ സൗണ്ട് ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. സോ നമുക്കിപ്പോൾ സൗണ്ട് ആവശ്യമില്ല, നമുക്കിപ്പോൾ ചെറിയൊരു എഡിറ്റാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് പറയുന്നത് കേൾക്കണ്ട. അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യണം. മ്യൂസിക് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഇവിടെ കുറേ തന്നിട്ടുണ്ട് മ്യൂസിക്. പക്ഷെ നമുക്കിപ്പം ബീറ്റായിട്ടുള്ള, അതായത് നമുക്ക് ഫങ്ക് ആയിട്ടുള്ള നല്ല സാഡായിട്ടുള്ള സിനിമയൊക്കെയാണ്, മ്യൂസിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ എടുക്കാം. പക്ഷെ അത് വേറെ ആൾക്കാർ എടുക്കുന്നതായിരിക്കില്ല. ചിലപ്പോൾ ഫിലിമോറ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് വഴി തന്നെ അവർ ഇടുന്നതായിരിക്കാം. അപ്പം ഞാനിപ്പോൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്കിപ്പം പാട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ട്, ഈ സൈഡിൽ കാണുന്ന ഇമ്പോർട്ട് കൊടുത്തിട്ട് ഈ ഫയൽസ് എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ നിന്ന് നമുക്കാണെങ്കിൽ ഒരു ഓഡിയോ എടുക്കാം. അപ്പോൾ വീഡിയോയിൽ നിന്നല്ല നമുക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ നമ്മൾ ഫയൽസ് തൊട്ടതിന് ശേഷം ഇപ്പം ഞാനിവിടെ 2 പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പാട്ട് ഞാൻ എടുക്കാം. ഒരു ഫോൺ കാണാൻ നിങ്ങൾക്ക് ഏത് പാട്ടൊക്കെ എടുക്കാം. ഇതിപ്പോൾ മ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ കേട്ട് നോക്കാം.
നമ്മളിപ്പോൾ കേട്ടപ്പോൾ ഒരു എഡിറ്റില്ല, സാധാരണ പറഞ്ഞ വീഡിയോ ആണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കിതിന് ബീറ്റ്സ് കണ്ടുപിടിക്കാം. ബീറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഓരോ പാർട്ടിലും ട്രാൻസിഷൻ വെക്കണം. അപ്പം അങ്ങനെ വെക്കാനാണെങ്കിൽ അതിനാണ് നമുക്കിപ്പം ഈ മ്യൂസിക്, ഈ എഴുതിയിരിക്കുന്ന നമ്മൾ പാട്ട് ഏതാണ് എടുക്കുന്നത് ഇത് എടുത്തതിന് ശേഷം ഇനി ഈ സൈഡിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ നോക്കുമ്പോൾ ബീറ്റ്സ് എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതായത് ഈ ബീച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബീച്ച് എഴുതി കാണിക്കുന്ന ആ ബീച്ചിലോട്ട് നമ്മൾ തുടങ്ങണം. അപ്പം നിങ്ങൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെലഡി കണ്ടുപിടിക്കാം, ഡ്രംസ് കണ്ടുപിടിക്കാം. പക്ഷേ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം സ്ട്രോങ് ബീറ്റ്സ് മാത്രം കണ്ടുപിടിക്കുകയാണ്. സ്ട്രോങ് ബീറ്റ്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ ബീറ്റ് ഡോട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പം ബീറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പച്ച എഴുതിയിരിക്കുന്നതാണ് ആ ബീറ്റ്. അപ്പം നമുക്ക് ഒന്നുകൂടെ കേട്ട് ആ ബീറ്റിനനുസരിച്ച് ആ ട്രാൻസിഷൻസ് വരുത്തണം. ബീറ്റ്സിനനുസരിച്ച് ട്രാൻസിഷൻ വരുത്തിയാലേ ആ ഒരു രസം കാണത്തുള്ളൂ നമ്മുടെ ആ വീഡിയോസിന്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വരുമ്പോൾ നമുക്കൊരു പാട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഈ മ്യൂസിക്കിൻ്റെ എൻട്രി മ്യൂസിക് പോലെ വരുന്നത് ഇവിടെയാണ്. വരുമ്പോഴേക്കും നമ്മുടെ എൻട്രി മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു വീഡിയോ കട്ട് ചെയ്യണം. ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ ഈ നമ്മുടെ നടുക്കായിട്ട് വരുന്ന ഈ ഒരു പാർട്ടിൽ ഈ കാണുന്ന ബട്ടൺ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ആ ബട്ടൺ തൊടേണ്ടതായതുകൊണ്ട് നമ്മൾ ആ ബട്ടൺ തൊടുക, അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്രാൻസിഷൻ നമ്മളിപ്പോൾ എടുത്തിട്ട് നമുക്ക് കുറേ ട്രാൻസിഷൻ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ട്രാൻസിഷൻ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ചെറിയ സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ട്രാൻസിഷനാണ്. നിങ്ങൾക്ക് കുറേ ഉണ്ട്. അത് VFX ഉണ്ട്, ബെസ്മോം, എന്താ ഉദ്ദേശിച്ച അറിയില്ല, മ്യൂസിക്, സോഷ്യൽ മീഡിയ, പേപ്പർ, ഷേപ്പൊക്കെ പറഞ്ഞ ഇതിനകത്ത് കുറേ ഇതുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ തൽക്കാലം എടുക്കുന്ന സ്ലൈഡല്ല, ഒരു കാര്യം ഞാൻ റോൾ എടുക്കാൻ പോവാണ്. റോളിൽ കുറച്ച് രസമുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ സൂം റോള് എടുക്കാം. അപ്പം അതിനുശേഷം ഇവിടെ നമുക്കിപ്പം ഇത്രയും പാട്ടിന് ശേഷം നമുക്കിപ്പം എനിക്ക് എൻ്റെ കാര്യമാണ് പറയുന്നത്, ഈ പാട്ടാണ് വേണ്ട. അപ്പം അതുകൊണ്ട് ഈ പാട്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ്സ് വരുത്തുന്നതായതുകൊണ്ട് നമുക്ക് ഇപ്പം ഈ ഗോജോനെ കുറിച്ചാണ്, ഈ ക്യാരക്ടറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗോജോയുടെ പടം വെച്ച് നമ്മൾ ട്രാൻസിഷൻ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഗോജോയുടെ ഇഷ്ടമുള്ള പടം ഇടുക. അപ്പോൾ നമ്മളിവിടെ 4 പിക്ചർ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് എഡിറ്റ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് ട്രാൻസിഷൻ ആഡ് ചെയ്യുന്നതിന് നമുക്ക് ബീറ്റ്സിനനുസരിച്ച് ട്രാൻസിഷൻ ആഡ് ചെയ്യണം. സോ നമ്മൾ ഇപ്പോൾ ഇവിടെ ട്രാൻസിഷൻ ഇട്ടിരുന്നത് പോയി സൂം വേൾഡ് 1 നമ്മളിപ്പോൾ ഇടാൻ പോകും. ബീറ്റിന് നമുക്കിപ്പം ബീറ്റിനായതുകൊണ്ട് ബീറ്റിനനുസരിച്ച് ട്രാൻസിഷൻ ഇടണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബീറ്റ് വരുന്ന ഇവിടെ ആയിരുന്നു. വീണ്ടും നമ്മൾ ആ സ്പ്ലിറ്റ് ബട്ടൺ കൊടുത്തതിന് ശേഷം അവിടെ വീണ്ടും ഒരു സൂം വേർഡ് കൊടുക്കണം. നമുക്കിത് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്തേക്കാം. അതിനുശേഷം അവിടെ വരുമ്പോൾ ട്രാൻസിഷൻ വരും. നമ്മൾ ബീറ്റ് വരാൻ പോകണം. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ഇത് തിരിക്കണം. അതിനുശേഷം അതേ പോയിന്റ് വെച്ച് തന്നെ ഇവിടെ നമ്മൾ ട്രാൻസിഷൻ ആഡ് ചെയ്യണം.
ട്രാൻസിഷൻ അടിയുമ്പോൾ ഇവിടെ വെച്ചാണ് കേൾക്കുന്നെങ്കിൽ വരും. ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബീറ്റ് അടിയണം. വീണ്ടും നമ്മൾ കട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഊഹം വെച്ച് നോക്കുമ്പോൾ ഇവിടെ വരുമ്പോഴേക്കും വീണ്ടും നമ്മൾ ചെയ്ത് ഇത് ചെയ്തേക്കണം. നമുക്കൊന്ന് കേട്ടോ. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചായിരുന്നു, നമുക്ക് ഇവിടെ ഒരു ബീറ്റ് വരുന്നുണ്ട്. ഈ ബീറ്റിനനുസരിച്ച് നമുക്കൊരു ഷെയ്ക്ക് കൊടുക്കാം. ഷെയ്ക്ക് ബീറ്റിന് ഷെയ്ക്കല്ല, ഒരു സാധാ ഒരു എഫക്റ്റാണ്. നമുക്ക് ഒന്ന് നോക്കാം. അവിടെ നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ തപ്പണം. അത് കുറച്ച് റോയിൽ എന്തോ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാമറ ഷേക്ക് കാണിക്കാൻ പറ്റും. ഷേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഷേക്ക് ഇടുക. നമ്മൾ ഇവിടെ ഒരു ട്രാൻസിഷൻ ഇടാൻ മറന്നുപോയി. ആ ട്രാൻസിഷൻ കൂടെ നമുക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ കാണാം. അതിനുശേഷം നമുക്കത് പബ്ലിഷ് ചെയ്യാം. നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുള്ളതുകൊണ്ട് നിങ്ങളാണിത് പബ്ലിഷ് ചെയ്യേണ്ടത്. ഈ വീഡിയോ അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഡിയോ. ഇവിടെ വരെ എത്തിയതിനു ശേഷം നിങ്ങൾക്കാണെങ്കിൽ ഒരു വീണ്ടും കുറേ ഇടാം. പക്ഷേ ഈ പാട്ടിനനുസരിച്ച് ബീറ്റ് തീരുന്നവരെ ഗോജിയുടെ പാടാൻ ഇടുന്നതായിരിക്കും കുറച്ച്. ഈ ഒരു ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എഡിറ്റ് അതൊക്കെ അവർ ഇടാവുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഇത്ര ഇടുന്നുള്ളൂ നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും മണ്ടയിൽ കാണുന്ന ഈ എക്സ്പോർട്ട് എന്ന് കാണുന്ന ആ ഭാഗത്ത് നേരെ തൊടുകയായിരുന്നു. തൊട്ടതിന് ശേഷം എന്നിട്ട് നേരെ ഇങ്ങനെ പോകും. അത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വാട്ടർമാർക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. 720p വേണോ അതോ 48-4480p വേണോ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ ആവശ്യം നീട്ടിയാണ് കൊടുക്കുന്നത്. ഫ്രെയിംസ് പെർ സെക്കൻഡ് 60 കൊണ്ട് 60, 50, 30, 25, 35, 24 ഉണ്ട്. അപ്പോൾ 30 ആയിരിക്കും ഇടുന്ന കുറച്ച്. പിന്നെ ഡോൾബി HDR റിമൂവ് വാട്ടർമാർക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് വാട്ടർ ഷെയർ ഫിലിമോറയുടെ ഈ ഒരു ഐക്കൺ കാണിക്കും. അതുകൊണ്ട് നമുക്കിത് വേണ്ടാത്തതുകൊണ്ട് ഇതങ്ങ് വരും. അപ്പോൾ ഇതാവും. പിന്നെ സ്റ്റേബിൾ എക്സ്പോർട്ട് കൊടുത്ത് എന്ത് സംഭവിക്കും എനിക്കറിയാം. അതൊന്നും ചെയ്തില്ല. പിന്നെ എക്സ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം എനിക്കിത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ഇനിയും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ട്യൂട്ടോറിയൽസ് പഠിപ്പിച്ച് തരാം. നിങ്ങൾക്ക് ഇനിയും എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പല ആപ്പ് വഴി, അതായത് ഉടനെ തന്നെ ഇനി അടുത്തൊരു ആപ്പിനെ പറ്റിയുള്ള ചിലപ്പോൾ എഡിറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് വരാം. നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടുതരാം അതിനെക്കുറിച്ച്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുന്ന ഫിലിമോറ ഇനിയും കുറേ ഫീച്ചേഴ്സ് നമുക്ക് കിടക്കുവാണ്. പക്ഷേ അത് നമുക്കിപ്പോൾ എല്ലാം ഒരു വീഡിയോ നിൽക്കാൻ പറ്റത്തില്ല. കുറച്ചായിട്ട് നമുക്ക് ഷോർട്സിലും ഇടാം. പിന്നെ എല്ലാം മിക്സഡ് ആയിട്ടുള്ള കണ്ടന്റാണ്, നമുക്ക് എല്ലാം ഇടാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വെച്ച് നമ്മൾക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.